ഒരു തീപിടുത്തത്തിന്റെ വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. പാലക്കാട് തൂതയിൽ തീപിടുത്തമുണ്ടായി. ആക്രി ഗോഡൌണിലാണ് തീ പിടിച്ചത്. ഫയർഫോഴ്സ് എത്തി തീ അടച്ചു. ഗോകുലുണ്ട് നമുക്കൊപ്പം വിവരങ്ങളുമായി. ഗോകുൽ, എന്താണ് തീ പിടിക്കാനുള്ള കാരണം? ഈ തൂതയിലാണ് ആക്രിക്കടക്കാണ് ഇത്തരത്തിൽ ഗോഡൌണിലാണ് തീ പിടിച്ചത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ഏകദേശം ഒരു 2 മണി സമയമായി കാണും. ഗോഡൌണിൽ ആരും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഗോഡൌണിന് തീ പിടിക്കുകയായിരുന്നു. തുടർന്ന് ഷൊർണൂർ, പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിലെ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീ അണച്ചത്. വെള്ളം കഴിഞ്ഞു. വലിയ തീപിടുത്തമാണ്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ വലിയ രീതിയിൽ കറുത്ത പുകയൊക്കെ ഉയർന്നിട്ടുണ്ട്. പക്ഷേ തീ എന്തായാലും നിയന്ത്രണ വിധേയമാണ്. ഇനി എന്താണ് തീ പിടിക്കാനുള്ള കാരണം, നാശനഷ്ടങ്ങൾ, ആ വിവരങ്ങളും കൂടിയാണ് അറിയേണ്ടത്. ഗൂഗിൾ തുടരുന്നുണ്ട്. ഗൂഗിൾ കൂടുതലായി എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? കാരണം നല്ല രീതിയിൽ പുകച്ചുരുളുകൾ ഉയരുന്നുണ്ട്. അപ്പോൾ അടുത്തുള്ള ആളുകളൊക്കെ താമസിക്കുന്ന ഇടമൊക്കെ ഉണ്ടോ? എങ്ങനെയാണ് ഇപ്പോൾ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞുവോ? തീ ഇപ്പോൾ പൂർണ്ണമായും അണച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ചെറിയ ഗോഡൌൺ ആയിരുന്നു. ഈ ഗോഡൌണിന്റെ ഉള്ളിലാണ് ആക്രി സാധനങ്ങൾ ഉണ്ടായിരുന്നത്. അതിനുള്ളിൽ നിന്ന് തീ വരുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തന്നെ ഈ നിയന്ത്രണ വിധേയമാക്കാനും പിന്നീട് അണയ്ക്കാനും കഴിഞ്ഞു. ഈ ഗോഡൌണിൽ ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. അപകട കാരണം എന്താണെന്നുള്ളത് പൂർണ്ണമായും വ്യക്തമായിട്ടില്ല. അത് ഫയർഫോഴ്സിന്റെ പരിശോധനകൾ നടന്നു വരുന്നു. ഒരുപക്ഷെ ഷോർട്ട് സർക്യൂട്ട് ആകാം ഈ ഒരു അപകടത്തിന് കാരണം എന്നുള്ളൊരു നിഗമനത്തിലാണുള്ളത്. തൊട്ടടുത്ത് മറ്റ് വീടുകൾ ഉണ്ടായിരുന്നില്ല. കുറച്ച് മാറി ഒരു 50 മീറ്റർ മാറിയാണ് അടുത്ത് മറ്റ് വീടുകൾ ഉണ്ടായിരുന്നത്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ വലിയ രീതിയിൽ പുക ഉയർന്നു. കാരണം പ്ലാസ്റ്റിക് അടക്കമുള്ള മലിനമായുള്ള വസ്തുക്കൾ ആ ഗോഡൌണിൽ ഉണ്ടായിരുന്നു. അവിടെയാണ് തീ പിടിച്ചത്. അപ്പോൾ സ്വാഭാവികമായും വലിയ രീതിയിൽ തന്നെ പുക ഉയരുന്ന ഒരു സ്ഥിതി ഉണ്ടായി. പിന്നീട് 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ശരി, വി എസ് ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്.